നിങ്ങൾക്ക് ഏതെങ്കിലും രോഗപീഠകൾ ഉണ്ടെങ്കിൽ ആ രോഗപീഠകൾ ഇപ്പോൾ ഈശോയോട് കൊടുക്കുക. ഈശോ, ഇതാണ് എൻ്റെ രോഗം, ഇതാണ് എൻ്റെ രോഗാവസ്ഥ. ഇനി നിന്റെ വീട്ടിൽ ആരെങ്കിലും കിടപ്പ് രോഗികളുണ്ട്, ഒരു പക്ഷെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ് അവരെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് പരിചയമുള്ള ഏത് രോഗികളെയും ഇപ്പോൾ മനസ്സിലോർക്കാം. അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അവരുടെ അവസ്ഥയറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആശുപത്രി മാറി മാറി ഇറങ്ങുന്ന അനേക രോഗികളെ നിനക്ക് പരിചയമുണ്ട്. ഒരുപക്ഷെ നീ ആയിരിക്കാം, ഞാനായിരിക്കാം. കർത്താവേ, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ദൈവമേ, ഇന്നും ജീവിക്കുന്നു. എൻ്റെ ഈ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം കർത്താവെ അങ്ങേക്കാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങിയവനാണ്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നവൻ ഇന്നും ജീവിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി നെഞ്ചുരുക്കി ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ഓ കർത്താവേ, യേശുവേ, നീ രോഗിണിയാണോ മകനേ? നീ രോഗിയാണോ? നീ രോഗിയാണോ മകനേ? യേശുവേ, നീ രോഗിണിയാണോ മകനേ? ഞാൻ നിന്റെ രക്ഷകൻ, സൗഖ്യദായകൻ, നിന്റെ വേദനയറിയുന്നവൻ. യേശു ഉണ്ടെന്ന്, യേശു നായകൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, എൻ്റെ ഈശോ. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുന്നോ ലേപനം ഔഷധമല്ല, മറിച്ച് അവരുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. കർത്താവിന്റെ കരുണ കൊണ്ട് നിറയപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, സൗഖ്യത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ആരാധന 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 ആരാധന. നെറ്റിയില് ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. എന്നിട്ട് സ്വയം പറയണം, ആമേൻ കർത്താവേ, ഇതെന്നിൽ സംഭവിക്കട്ടെ.